Hi guys, welcome back. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡീസൽ വാഹനങ്ങളെ കുറിച്ച് പറയാൻ കേട്ടോ. നിങ്ങളുടെ വാഹനം സ്വിഫ്റ്റോ റിറ്റ്സോ മദർ എർട്ടിഗ ആയിക്കോട്ടെ, ഏത് ഡീസൽ വാഹനമാണെങ്കിലും 1 lakh കിലോമീറ്ററിന് എബോവ് ഓടിക്കഴിഞ്ഞാൽ 1 lakh കിലോമീറ്റർ വരെ നോർമലി ഇത് ചെയ്യേണ്ട കാര്യമില്ല. 1 lakh കിലോമീറ്ററിന് ശേഷം ഓടിക്കഴിഞ്ഞാൽ നമുക്ക് EGR, ഇൻ്റർകൂളർ, ഇൻടേക്ക്, എക്സോസ്റ്റ്, മാനിഫോൾഡ് പോലുള്ള എല്ലാ ഭാഗങ്ങളും കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള എല്ലാ ഭാഗങ്ങളും അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുണ്ടാകുന്ന സ്മോക്ക് അല്ലെങ്കിൽ വണ്ടിക്ക് ഉണ്ടാകുന്ന ചെറിയ പെർഫോമൻസ് ഡ്രോപ്പ് ഇത്തരത്തിലുള്ളതൊക്കെ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു 1 ലക്ഷം കിലോമീറ്ററിന് മുകളിൽ ഓടിയ ഒരു സ്വിഫ്റ്റിൻ്റെ EGR ഫുൾ അസംബ്ലി എല്ലാ EGR അസംബ്ലി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡ് മുതൽ സകലമാന പാർട്സുകളും അഴിച്ച് എഞ്ചിൻ്റെ ബ്ലോക്ക് ആ ഒരു എഞ്ചിൻ്റെ മെറ്റൽ പോർഷൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലീൻ ചെയ്യാനുള്ള ഓരോ ഭാഗങ്ങളും അഴിക്കുമ്പോൾ അതിനകത്ത് ഇത്രത്തോളം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്, അത് ക്ലീൻ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. മാത്രമല്ല വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക, നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ നമ്മൾ ഓൾറെഡി ടർബോയുടെ വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇതിനകത്ത് EGRൻ്റെ ഒരു വാൽവ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ സ്മോക്ക് നമ്മൾ കത്തി വരുന്ന നമ്മുടെ എൻജിൻ കമ്പഷനിൽ കത്തി പുറത്തേക്ക് പുകയായിട്ട് വരുന്ന ആ ഒരു ഗ്യാസിനെ റീസർക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരു പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ EGR സിസ്റ്റം എന്നുള്ളത്. ഈ ഒരു വാൽവിൽ കൂടെയാണ് ഇതിൻ്റെ ഇൻലെറ്റിലേക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇതിനകത്ത് എത്രത്തോളം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വലിയ രീതിയിൽ, അതായത് ഒരുപാട് കരി ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടുന്നത് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഇതുണ്ടല്ലേ, ഇത്രത്തോളം കരി അടഞ്ഞ് ഇതിൻ്റെ വാൽവ് ഫുള്ളായിട്ട് ഇതിൻ്റെ വാൽവ് ബ്ലോക്കായി കിടക്കുമായിരിക്കും. എനിക്ക് ഇതൊന്ന് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തെടുക്കുമ്പോണ്ടല്ലോ ഏകദേശം ഒരു ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ട പോലെ അത്രയും തന്നെ ക്വാണ്ടിറ്റിയിൽ കരി ഈ പറയുന്ന ഓരോ ഹോൾസിനകത്തുണ്ടാവും കേട്ടോ. ഇത് ഓരോ ഹോൾസും നോർമലി വർക്ക്ഷോപ്പിൽ പോയി നമ്മൾ EGR ക്ലീൻ ചെയ്യാൻ പോയാൽ പോലും EGR എന്ന് പറഞ്ഞാൽ EGRൻ്റെ ബോഡി ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ കരി ഉണ്ടാവാറുണ്ട്. ഈ ഒരു വാൽവ് മാത്രം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് റീസെറ്റ് ചെയ്യാറ്. ശരിക്കും ഈ ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. ഈ ഒരു ഇൻലെറ്റ് മാനിഫോൾഡ് മുതൽ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം, ഈ EGR റീസർക്കുലേറ്റ് ചെയ്ത് വരുന്ന ഗ്യാസിന് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. നമ്മുടെ നോർമൽ റേഡിയേറ്ററിലുള്ള അതേ വെള്ളം തന്നെ സർക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം വഴി ഈ ഗ്യാസിനെ കൂളാക്കുന്നത്. ഇതിനകത്ത് പോലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കരി ഉണ്ടാവും. പ്രോപ്പറായിട്ട് കൂളിംഗ് നടക്കാണ്ട് ഗ്യാസ് കയറി കത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉൾപ്പെടെ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഗ്യാസ്, ഈ ഒരു ഓയിൽ സെപ്പറേറ്റർ, ഈ ഒരു ഗ്യാസ് ഓയിൽ സെപ്പറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്തിടുവാണെങ്കിൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി വർക്ക് ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണെങ്കിൽ എന്തായാലും സിലിണ്ടറും പിസ്റ്റനും വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കമ്പഷൻ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ എക്സസ് പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ ടോപ്പിൽ നിന്നുള്ള പ്രഷറും ആ ഒരു എൻജിൻ സമ്പിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള പ്രഷറും രണ്ടും ഇതിനകത്ത് കയറിയിട്ട് അത് ഇവിടെ അതിനകത്ത് വരുന്ന ഓയിൽ ഉണ്ടല്ലോ, ഓയിൽ കണ്ടൻറ്റ് ഈ ഒരു ഫിൽറ്ററിനകത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഗ്യാസ് മാത്രമാക്കിയിട്ട് ആ ഗ്യാസ് ഇതിലേക്ക് കയറ്റി നമ്മുടെ ടർബോ വഴി കത്തിച്ച് കളയാണ് ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം ബ്ലോക്കായി കഴിയുമ്പോഴാണ് മിക്ക വാഹനങ്ങൾക്കും എന്തുണ്ടാവുന്നത്, ബാക്ക് കംപ്രഷൻ അല്ലെങ്കിൽ ഓയിൽ അടിച്ച് പുറത്ത് വരുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു EGR ക്ലീനിങ് എന്നുള്ള ഒരു പ്രോസസ്സ് പൂർത്തിയാക്കി കൃത്യമായി പെർഫോമൻസ് അല്ലെങ്കിൽ കൃത്യമായ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും സിസ്റ്റം ഒരുമിച്ച് ക്ലീൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. ഇലക്ട്രിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് എന്നുള്ളത് ഈ ഒരു സ്വിച്ച് മാത്രം കേട്ടോ. ഇതൊരു സോളിനോയിഡ് ആണ്. ശരിക്കും ഇതിനകത്തേക്ക് ഒരു പവർ സപ്ലൈ ഉണ്ടാവും. ആ പവർ സപ്ലൈ ഈ ഒരു ടിപ്പിൽ കാണുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് പൊങ്ങും താഴെയും ചെയ്യുന്ന പീസ് കേട്ടോ. ഈ ഒരു പീസ് ഈ ഒരു ചെറിയൊരു ടിപ്പ് ഉണ്ടല്ലോ, ഈ ഒരു EGR വാൽവിൻ്റെ അകത്തേക്ക് ഈ ഒരു പോർഷനിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ്സിങ് അവിടെ ഈ ഒരു പ്രസ്സിങ് ഓപ്പണിങ് ക്ലോസിങ് അങ്ങനെ ഈ ഒരു സാധനം മാത്രമാണ് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ഷനുള്ള ക്ലീൻ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും പ്യുവർലി മെറ്റലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം ഡീസലിൽ വാഷ് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഇടാൻ പറ്റും.
ഐറ്റംസും ഫുള്ളായിട്ട് ക്ലീനാക്കി, ഉള്ളൊക്കെ നല്ല ക്ലീനാക്കി, ഗ്യാപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൂളറിൻ്റെ ആ EGRൻ്റെ കൂളിംഗ് സിസ്റ്റം ഇവിടെയൊക്കെ ഫുള്ള് കാര്യമായിരുന്നു. ഈ ഒരു ഭാഗങ്ങളും അതുപോലെ തന്നെ ആ ഒരു സോളിനോട് അസംബ്ലിയൊക്കെ ഉണ്ടല്ലേ, ഫുള്ളായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു വാൽവിൻ്റെ കഴിക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് ഇത് മൊത്തം അടഞ്ഞിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഈ ലെവലിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒട്ടും കരിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അത്രയും നീറ്റായിട്ട് മാനിഫോൾഡിൻ്റെ ഉൾഭാഗങ്ങളും എല്ലാങ്ങളെല്ലാം നമ്മൾ എത്രയും നീറ്റായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും ക്ലീൻ ആവില്ല കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം കരി ഉണ്ടായിരുന്നു. അതായത് ഓരോ ഹോൾസും പ്രത്യേകം ക്ലീനാക്കി വാട്ടർ സർവീസ് ചെയ്ത്, അതായത് ഹൈ പ്രഷർ പമ്പിൽ വാട്ടർ സർവീസ് ചെയ്ത് ക്ലീനാക്കി എടുത്തതാണ് എല്ലാം. അതിന് മുമ്പ് ഡീസലിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് പെട്രോൾ ഒഴിച്ച് പിന്നെ അതിൻ്റെ ഉള്ള കൈകൾ മുഴുവൻ കളഞ്ഞ് അതിന് ശേഷം വാട്ടർ സർവീസ് ചെയ്തിട്ടാണ് ഇത്രയും നീറ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയുടെ വലിയ കുറവിൻ്റെ ഇഷ്യൂസ്, സ്മോക്കിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം മാറിക്കിട്ടും. ഈ ഒരു സിസ്റ്റം ഫെയിലിയർ ആകുമ്പോഴാണ് മിക്ക സ്വിഫ്റ്റ് പോലത്തെ വാഹനങ്ങൾക്കും പവർ ഡ്രോപ്പ് നമ്മൾ പറയാറുണ്ട്. വണ്ടി പ്രോപ്പറായിട്ട് വലിക്കുന്നില്ല, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മൈലേജ് ഷോട്ട് ഉണ്ട്. അത്തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാം ഈ EGRൻ്റെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാണ്ട് യൂസ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ത്രോട്ടിൽ കൊടുത്ത് ടർബോ ഓവറായിട്ട് വർക്ക് ചെയ്യിച്ച് കണ്ടിന്യൂസ് പുകച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഏറ്റവും കൂടുതൽ കിട്ടുന്ന കംപ്ലയിൻ്റ് ആണ് ഈ EGRൻ്റെ കംപ്ലയിൻറ്റ്. EGRൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വാർണിംഗ് ലൈറ്റ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും എക്സസ് ഗ്യാസ് കയറി കത്തി കൃത്യമായ ഫ്യൂവൽ ബേൺ ആവാണ്ട് വണ്ടിക്ക് എക്സസ് സ്മോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് വലിക്കുറവ് പോലത്തെ ഇഷ്യൂസും മൈലേജ് ഷോട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് EGR ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ 1 lakh കിലോമീറ്ററിന് മേജർ സർവീസിനെ കുറിച്ചിട്ട് വറീഡ് ആവാണ്ട് 1 lakh കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അതിനകത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റിപ്ലൈസും കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.